നമസ്കാരം. അതിദരിദ്രവാസികളെയെല്ലാം ഒരു വശത്താക്കിയ സ്ഥിതിക്ക് ഇനി അതിസമ്പന്നരായ ചില മുതലാളിമാരെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. സേലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ഇന്നലെ കൊല്ലത്തെ ഒരു കശുവണ്ടി മുതലാളി എന്നൊക്കെ ആലങ്കാരികമായി പറയുന്നതാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് കൊല്ലം പോർട്ടിൽ വന്ന് MSC സ്റ്റെല്ല എന്ന് പറയുന്ന കപ്പൽ കടന്നു പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വന്നിരുന്നു. എന്റെ നിർദ്ദേശപ്രകാരമാണ്. ഞാൻ പറയും ഇത്ര മണിക്കെത്തും, ഇന്ന സമയത്ത് പാസ് ചെയ്യും, ഇത്ര അകലക്കൂടിയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് കാണാൻ പറ്റില്ല. കാരണം 37.6 നോട്ടിക്കൽ മൈൽ അകലെ കൂടിയാണ് സ്റ്റെല്ല കടന്നുപോയത്. എന്താണ് സ്റ്റെല്ലയോട് ഇദ്ദേഹത്തിന് ഇത്ര താല്പര്യം? അദ്ദേഹത്തിന്റെ കാർഗോ ഒരു ഐലൻഡ് നേഷനിലോട്ട് അയക്കണം. കുറച്ച് കശുവണ്ടി എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. അദ്ദേഹം സമീപത്തുള്ള പോർട്ടുകളെയൊക്കെ അന്വേഷിച്ചപ്പോൾ ആ ഐലൻഡ് നേഷനിലോട്ട് ഡയറക്റ്റ് സർവീസ് ഇല്ല, അല്ലെങ്കിൽ ട്രാൻസ്ഷിപ്മെന്റ് സർവീസ് ഇല്ല. അദ്ദേഹം അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം ബോംബെ വഴി JNPT വഴിയാണ് അയക്കാൻ ശ്രമിച്ചത്. അങ്ങനെ നോക്കിയപ്പോൾ ആദ്യത്തെ കപ്പൽ ബിയാട്രിസ് ആയിരുന്നു. ആദ്യം പറഞ്ഞിരുന്ന കപ്പലിന്റെ പേര് ബിയാട്രിസ് എന്നായിരുന്നു. പിന്നീട് അത് മാറി MSC സ്റ്റെല്ലയായി. അപ്പോൾ മുതൽ ഞാനിതിനെ ട്രാക്ക് ചെയ്യുകയാണ്. അവളെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഒരു ആശ്വാസം കൊടുക്കാൻ, എത്ര നേരത്തെ എത്തിയാൽ അതിനനുസരിച്ച് അദ്ദേഹത്തിന് അടുത്ത ഓർഡർ ചിലപ്പോൾ കിട്ടാം, അല്ലെങ്കിൽ പേയ്മെന്റിലുള്ള കാലതാമസങ്ങൾ മാറി കിട്ടാം. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് MSC സ്റ്റെല്ല നമ്മുടെ മുമ്പിലൂടെ ഇന്നലെ കടന്നുപോയത്. അപ്പോ യഥാർത്ഥത്തിലുള്ള കശുവണ്ടി ചിത്രം ഒടുവിൽ വരാം. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം എനിക്ക് അയച്ച, അദ്ദേഹത്തിന്റെ പെർമിഷൻ ഇല്ലാതെയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്, അദ്ദേഹം എനിക്ക് അയച്ച സ്വകാര്യ സന്ദേശങ്ങൾ ചിലത് ഞാൻ വായിക്കാം. അദ്ദേഹം ഒരു ഓഡിയോ ക്ലിപ്പ് ഇട്ടു. അതിനകത്ത് പറഞ്ഞു 13.4 ക്ലോസ് പ്രകാരം അദ്ദേഹത്തിന്റെ ഫാക്ടറി, കശുവണ്ടി ഫാക്ടറി ജാമ്യത്തിനെടുത്തിരിക്കുകയാണ്, അല്ല ഈട് എടുത്തിരിക്കുകയാണ്, ബാങ്ക് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായില്ല എന്താണ് ഈ 13.4 എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ബാങ്ക് റൂൾ 13.4 എന്താണ് എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇറ്റ്സ് സിംബോളിക് പൊസഷൻ ഓഫ് ദ പ്രോപ്പർട്ടി. ബാങ്ക് സിംബോളിക് ആയിട്ട് ആ പ്രോപ്പർട്ടി ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ പ്രോപ്പർട്ടി പോയി. ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് കൊടുത്തു, ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ വരികയല്ലേ, പ്ലീസ് പുട്ട് യുവർ ബെസ്റ്റ് എഫേർട്സ് ടു അവോയ്ഡ് ഇറ്റ്. ഷോ ദം ദി എക്സ്പോർട്ട് ഓർഡേഴ്സ് ആൻഡ് ദി പൊട്ടൻഷ്യൽ ഓഫ് TRV വൺസ് ഗേറ്റ് ഓപ്പൺസ്. ഞാൻ പറഞ്ഞു കയ്യിലുള്ള 1-2 ഓർഡർ ഉണ്ടല്ലോ, ഓർഡർ അവരോട് കാണിക്കുക. ഇന്ന് മുംബൈ വഴിയും അല്ലെങ്കിൽ അതുപോലുള്ള തുറമുഖങ്ങൾ വഴി അയക്കുമ്പോഴുള്ള ചെലവ് കുറയും. TRV ഓപ്പൺ ചെയ്യുമ്പോൾ ആ കോസ്റ്റ് ഒക്കെ കുറയുമ്പോൾ അതൊക്കെ ബാങ്കിൽ അടയ്ക്കാം എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ഞാനൊരു ശ്രമം നടത്തി. അദ്ദേഹത്തിന്റെ മറുപടി ഓൾറെഡി കൺവേഡ് ദീസ് ഡീറ്റെയിൽസ് ടു ദം, നോ യൂസ്. ഇത്തരം കാര്യങ്ങളെല്ലാം അദ്ദേഹം ഓൾറെഡി ബാങ്കിനോട് സംസാരിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ഫലവുമില്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരു അതിദരിദ്രനെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാര്യം കേരളത്തിൽ ഇപ്പോൾ ദാരിദ്ര്യമില്ലല്ലോ. അതിസമ്പന്നനായ ഒരു കശുവണ്ടി മുതലാളി. എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ആ ഗവേഷണം നടത്തി അവിടെയുള്ള ഏകദേശം ഒരു ചിത്രം അയച്ചു തന്നു. കേരളത്തിന് ആശ്വാസമാകേണ്ട ഒരു കശുവണ്ടി മേഖലയുടെ ഏറ്റവും ഒടുവിലത്തെ ചിത്രം, നമുക്കൊരു സ്പെഷ്യലിസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ മോഹൻകുമാർ, കശുവണ്ടി മേഖലയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ഒരു റിസർച്ച് നടത്തി, ഒരു ഗവേഷണം നടത്തിയിട്ട് എനിക്കൊരു വിവരം, ഒരു കുറിപ്പ് അയച്ചു തന്നു. 800 കമ്പനികൾ ഉള്ളതിൽ 400-ന് മുകളിൽ പൂട്ടിപ്പോയി. ബാക്കി പകുതിയും പണിയില്ലാത്ത അവസ്ഥ. സർക്കാരിന്റെ 40 കമ്പനികൾ പ്രവർത്തിക്കുന്നു. വർഷം തോറും നഷ്ടത്തിന്റെ കണക്കുമായി സർക്കാർ പ്രവർത്തിക്കുന്ന കമ്പനികൾ, 40 കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഖജനാവിൽ നിന്ന് പൈസ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ്. 15-നും 20-നും ഇടയ്ക്ക് ആത്മഹത്യ ചെയ്തു കശുവണ്ടി മുതലാളിമാർ. 15-നും 20-നും ഇടയ്ക്ക് മുതലാളിമാർ ആത്മഹത്യ ചെയ്തു. അതിൽ 2 പേർ കുടുംബം ഉൾപ്പെടെയാണ് ആത്മഹത്യ ചെയ്തത്. ഇതാണ് കേരളത്തിലെ കശുവണ്ടി മേഖലയുടെ ഒരു നഖച്ഛേദം. കശുവണ്ടി മേഖലയെക്കുറിച്ച് പറയാൻ കാരണം അവർക്ക് ഒരു അല്പം ആശ്വാസം കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഗേറ്റ് തുറക്കൽ. ഇപ്പോൾ ഇദ്ദേഹം ഈ കശുവണ്ടി അത്യാവശ്യമായിട്ട് അയക്കാനുള്ളത് കൊണ്ടാണ് അദ്ദേഹം ബോംബെ വഴി അയക്കുന്നത്. കാരണം ഇവിടെ രണ്ടിടത്തും ആ സർവീസ് ഇല്ലാത്തത് കൊണ്ട്, തൊട്ടടുത്തുള്ള പോർട്ടുകളിൽ ആ സർവീസ് ഇല്ല. അങ്ങനെ മുംബൈ വഴി പോയാൽ
ഈ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഏകദേശം 1 ലക്ഷം രൂപയോളമാണ് അദ്ദേഹത്തിന് അധികം ചെലവ് വന്നത്. അങ്ങനെ അയക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? തൊഴിലാളി ബോധമുള്ള സർക്കാർ, കശുവണ്ടി തൊഴിലാളികളെ ഇങ്ങനെ പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേരള സർക്കാർ ഇങ്ങനെയുള്ള തൊഴിലാളികൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നത്. അടച്ചിട്ട ഗേറ്റിന്റെ പൂട്ട് തുരുമ്പെടുത്ത് തുറക്കാൻ പറ്റാത്ത പരുവത്തിലായി. എന്നാലും തുറക്കില്ല എന്ന് വാശി പിടിക്കുമ്പോൾ നിങ്ങൾ കേരളത്തിലെ കശുവണ്ടി മേഖല, ചുരുങ്ങിയത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്നു, കേരളത്തിലെ കശുവണ്ടി മേഖലയിലെ തൊഴിലാളികളെയാണ് നിങ്ങൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ വർഷത്തിൽ അവർ എന്ത് തീരുമാനമെടുക്കുമെന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള മാസങ്ങളിൽ നമുക്കറിയാൻ പറ്റും. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു നഗരമാണ് കൊല്ലം. വ്യാപാരം, മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരവുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രവർത്തനങ്ങൾ പോർട്ട് വഴി നടന്നിരുന്ന ഒരു നഗരം ഇന്ന് 20ഓളം പേർ വ്യവസായത്തിൽ വന്ന സമ്പന്നരാകേണ്ടിയിരുന്നവർ ആത്മഹത്യ ചെയ്തെങ്കിൽ എന്താണ് കേരളത്തിന്റെ ചിത്രം? അതുപോലുള്ള ഒരു നഗരത്തിന് പോലും രക്ഷപ്പെടാൻ പറ്റാതെ, കശുവണ്ടിയുണ്ട്, അവിടെ കരിമണലുണ്ട്, 1ാം തരം റോ മെറ്റീരിയലാണ് കരിമണൽ. ഇത് രണ്ടുമുള്ള കൊല്ലം ജില്ല ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇന്നലെ ഒരു കണക്ക് പുറത്തു വന്നു. ഇന്ത്യസ് ടോപ്പ് 10 റിച്ചസ്റ്റ് ഡിസ്ട്രിക്ട്സ് ബൈ GDP പെർ ക്യാപിറ്റ. ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 10 നഗരങ്ങൾ ആഭ്യന്തര ഉൽപാദനത്തിൽ, ഓരോരുത്തരുടെയും ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അക്കോർഡിംഗ് ടു ദി ഇക്കണോമിക് സർവേ 2024-25, രംഗറെഡ്ഡി ഡിസ്ട്രിക്ട്, തെലങ്കാനയിലെ രംഗറെഡ്ഡി ഡിസ്ട്രിക്ട് ഇൻ തെലങ്കാന ഈസ് ഇന്ത്യസ് ടോപ്പ് റിച്ചസ്റ്റ് ഡിസ്ട്രിക്ട് ബൈ GDP പെർ ക്യാപിറ്റ. ഏറ്റവും കൂടുതൽ ആഭ്യന്തര ഉൽപാദനം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും സംഭാവന, ഉൽപാദനം എന്ന് പറഞ്ഞാൽ, ഉൽപാദനം എന്ന് പറയുമ്പോൾ എന്താണ്, അതിനനുസരിച്ചിട്ടുള്ള വരുമാനവും അവർക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് രംഗറെഡ്ഡി ഡിസ്ട്രിക്റ്റ് ആണ്. ഹൈദരാബാദുമായി ബന്ധപ്പെട്ട ഡിസ്ട്രിക്റ്റ് ആയിരിക്കും. ഇന്ത്യസ് ന്യൂ റിച്ച് ഡിസ്ട്രിക്ട് ഹാസ് എ GDP പെർ ക്യാപിറ്റ ഓഫ് അപ്രോക്സിമേറ്റ്ലി 11.46 lakh. ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് 11.46 ലക്ഷം. ഒരു വർഷത്തെ വരുമാനമല്ല, ഉൽപാദനം. അത്രയും തുകയ്ക്ക് തുല്യമായ ഉൽപാദനം, എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട ഉൽപാദനം GDP രംഗറെഡ്ഡി ഡിസ്ട്രിക്റ്റിൽ നടക്കുന്നു. എന്തുകൊണ്ട് കേരളത്തിൽ നടക്കുന്നില്ല എന്ന് പറയാനാണ് ഈ റിപ്പോർട്ട് ഇതോടൊപ്പം അവതരിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ കശുവണ്ടി തൊഴിലാളികളുള്ള, കശുവണ്ടി ഇറക്കുമതി പാരമ്പര്യമുള്ള, കശുവണ്ടി കയറ്റുമതി പാരമ്പര്യമുള്ള ഒരു ജില്ലയ്ക്ക് എന്തുകൊണ്ട് ഈ പട്ടികയിൽ കടന്നു വരാൻ പറ്റിയില്ല? രണ്ടാമത്തത് ഗുരുഗ്രാം, ഡൽഹിക്കടുത്ത് ഹരിയാനയിലെ ഗുരുഗ്രാം. ബാംഗ്ലൂർ അർബൻ മൂന്നാമത്തത്. ഗൗതം ബുദ്ധ നഗർ നോയിഡ, UP നോയിഡ. സൊളാൻ ഹിമാചൽ പ്രദേശ്. നോർത്ത് ആൻഡ് സൗത്ത് ഗോവ. സിക്കിം, ഇത്തിരിയില്ലാത്ത സിക്കിം. ദക്ഷിണ കന്നഡ, മംഗലാപുരം ഉൾപ്പെടുന്ന ദക്ഷിണ കന്നഡ. മുംബൈ, തീർച്ചയായും മുംബൈ 9ാം സ്ഥാനത്തോട്ട് പോയി. മുംബൈ 9, 10 അഹമ്മദാബാദ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഉൽപാദനം നടക്കുന്നത് ഇന്ന് തെലങ്കാനയിലെ ഹൈദരാബാദ് അടങ്ങുന്നതായിരിക്കാം രംഗറെഡ്ഡി ഡിസ്ട്രിക്റ്റിലാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരു ജില്ല പോലും ഈ മേഖലയിൽ കടന്നു വരാത്തത്? ഇവിടെ ഭയങ്കര മലമറിക്കുന്നു എന്നാണല്ലോ രാഷ്ട്രീയ പ്രസംഗങ്ങൾ. നമ്മുടെ രാസാവിന്റെയും മന്ത്രിയുടെയും ഒക്കെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വന്നിരിക്കുന്നു, ഏറ്റവും കൂടുതൽ വ്യവസായങ്ങൾ വരുന്നു, ഏറ്റവും കൂടുതൽ വ്യാപാരം വരുന്നു, ഏറ്റവും കൂടുതൽ GST വരുന്നു. ധനമന്ത്രി ഏറ്റവും കൂടുതൽ GST വരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ഇന്ത്യയിലെ ഈ ലിസ്റ്റിൽ വന്നില്ല? സെയിലിംഗ് കമാൻഡർ ഒരു വാഗ്ദാനം നൽകുകയാണ്, ഇന്ത്യയിൽ ഈ പറഞ്ഞ രംഗറെഡ്ഡി ഡിസ്ട്രിക്റ്റിനേക്കാൾ മുന്നിലെത്താൻ പറ്റുന്നതാണ് ട്രിവാൻഡ്രം. യാതൊരു സംശയവുമില്ല. തുറമുഖവും കപ്പൽശാലയും അതുപോലുള്ള മെത്തനോൾ അതുപോലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് എത്താൻ പറ്റുന്ന ഒരു ജില്ലയെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സേവനമെന്ന് വളരെ വളരെ ഖേദത്തോടെ ഈ റിപ്പോർട്ടിന്റെ അവസാന ഭാഗത്ത് ആ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.